ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ഒരു ബ്രെഡ് സ്നാക്സ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രെഡ് സ്നാക്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ബ്രെഡ് ഞാനിവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളതാണ്. സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ ബ്രെഡിൻ്റെ 4 വശങ്ങളിലുമുള്ള ഈ കോർണറൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ തന്നെ 10 ബ്രെഡിൻ്റെയും ഈ അറ്റത്തുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഈ ബ്രൗൺ പോർഷൻ നമുക്ക് പൊടിയാക്കിയിട്ട് ഉപയോഗിക്കുന്നതുമാണ്, കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 10 ബ്രെഡും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മൂത്തിട്ട് വരുന്നത് വരെ തന്നെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ 3 ചെറിയ പച്ചമുളകാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പച്ചമുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളിയുള്ളിയാണ്. ഞാനിവിടെ മീഡിയം സൈസ് വെള്ളിയുള്ളി ഒരു 3 എണ്ണം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഉള്ളി പെട്ടെന്നൊന്ന് വഴന്നിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വഴന്ന് വന്നോളും. ഇനി ഇതിലേക്ക് 1/2 കഷ്ണം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരേക്കും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് സ്വല്പം കൂടി ഒന്ന് വെന്തിട്ട് വരാനും ഉള്ളിലേക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാനും വേണ്ടി 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെമ്മീനാണ്. ചെമ്മീൻ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനാണ് കേട്ടോ. ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനാണ്. 1/4 കപ്പ് ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാലയൊന്ന് നന്നായിട്ടൊന്ന് കുറുകിയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആവുന്നതാണ്. ഇപ്പോൾ ഞാൻ അതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ കൂടി നമ്മൾ ഈ മസാലയ്ക്ക് ചേർത്ത് കൊടുക്കുമ്പം ഇതിന് മസാലയ്ക്ക് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റി ആവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറിവേപ്പിലേക്ക് കീറിയിട്ട് കൊടുക്കുമ്പം കുറച്ചുകൂടി അതിൻ്റെ രുചി കൂടുതലായിട്ട് ഇതിലേക്ക് പിടിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബ്രെഡ് സ്നാക്സ് റെഡിയാക്കാം. ബ്രെഡ് സ്നാക്സ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ബ്രെഡ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് നമ്മുടെ ചെമ്മീൻ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് മൈദ കലക്കിയിട്ടുണ്ട്. ആ മൈദ കലക്കിയത് നമ്മൾ 4 എഡ്ജിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഒട്ടാൻ വേണ്ടി മാത്രം മൈദ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അടുത്ത ബ്രെഡും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. ചെമ്മീനൊക്കെ വെച്ച് ഇങ്ങനെ മസാല ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. ഇപ്പോൾ 2 സ്നാക്സ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്കിവിടെ ഒരു പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നെയ്യ് ചേർത്തുന്നുള്ളൂ. നെയ്യാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഓരോരുത്തരുടെ കയ്യിൽ എന്താ വെച്ചാൽ അത് വെച്ച് ചെയ്യാം. ഒരു ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗവും ആയിക്കഴിഞ്ഞാൽ നമുക്ക് തവയിൽ നിന്ന് പുറത്തെടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ് നമ്മുടെ ബ്രെഡ് സ്നാക്സ്. നമുക്ക് ചെമ്മീൻ മസാലയൊക്കെ ആദ്യം ഉണ്ടാക്കി വെക്കുക വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു വന്നപ്പോൾ ഞാനിത് തവയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ 10 സ്ലൈസ് ബ്രെഡ് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് 5 സ്നാക്സാണ് ഉണ്ടാക്കാൻ കഴിയുക. ബാക്കിയുള്ള ബ്രെഡ് സ്നാക്സ് കൂടി നമുക്ക് ചെയ്തെടുക്കാം.
ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ ബ്രെഡ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നെയ്യ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ബ്രെഡ് ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ളത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി, കൂടുതലായിട്ടൊന്നും വേണമെന്നില്ല. ഇപ്പോൾ ദാ ബാക്കിയുള്ള 2 ബ്രെഡ് സ്നാക്സും ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം നമ്മളിവിടെ 5 ബ്രെഡ് സ്നാക്സാണ് ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാം. നമുക്ക് ഈ ചെമ്മീൻ മസാലയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ബ്രെഡൊക്കെ കയ്യിലുള്ളപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇട്ടത് കഴിക്കാനും വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നമ്മുടെ മസാലയൊക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ബ്രെഡ് സ്നാക്സ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്